ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ എങ്ങനെയാണ് ADB ഡ്രൈവുകൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പായിട്ട് എന്താണ് ADB ഡ്രൈവ്, എന്താണ് അതിൻ്റെ ഉപയോഗം, അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പറയാം. സാധാരണ ഒരു ലാപ്പും ഫോണും ഉള്ള ഒരു വ്യക്തി, അല്ല കമ്പ്യൂട്ടറും ഫോണുള്ള വ്യക്തി, അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡാറ്റ കേബിൾ വെച്ച് കണക്ട് ചെയ്യുന്ന മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒന്നേ ചാർജിങ്ങോ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫറോ, അതായത് കമ്പ്യൂട്ടറിൽ നിന്ന് ഫോണിലോട്ടോ ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലോട്ടോ. പക്ഷേ അത് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അതല്ല, അതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യണം, അതായത് നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ മാറ്റുക, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജസ്റ്റ് ADB ഡ്രൈവുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ മൊത്തം കൺട്രോളും നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിൽ സോഫ്റ്റ്വെയർ മാറ്റുക, അങ്ങനെ പല കാര്യങ്ങളും. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിൾ ക്രോമിൽ പോവുക. ക്രോമിൽ ADB ഡ്രൈവ് 4 നിങ്ങളുടെ മോഡലിൻ്റെ പേരും കൊടുക്കും. ഞാനിപ്പോൾ എൻ്റെ ഷവോമിയുടെ റെഡ്മി നോട്ട് 3 ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ADB ഡ്രൈവ് 4 റെഡ്മി നോട്ട് 3 കൊടുക്കുന്നു. അതിലുള്ള ഈ രണ്ടാമത്തെ ഫയലുകൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ പേജ് ഒന്ന് ഓപ്പൺ ആക്കുന്നു. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു ചെറിയ വിവരം ഈ പേജിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. താഴോട്ട് പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു എന്താണ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാണിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. ഞാൻ ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ലിങ്കിൽ ഹൗ ടു ഇൻസ്റ്റാൾ, അങ്ങനെ അവിടെ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ സൈസ് മാത്രമുള്ള ഒരു 10 MB അടുത്ത് നിൽക്കുന്ന ഒരു ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഒരു സിപ്പ് ഫയലാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മളൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. അതിനുമ്പോൾ ഞാൻ അതിനെ ഒരു ഫോൾഡറിലോട്ട് ആക്കുകയാണ്. ആ ഫോൾഡറിൽ ഞാൻ അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കിട്ടി. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചെയ്യണം, ജസ്റ്റ് ഒന്ന് യെസിൻ്റെ Y കൊടുക്കുക, എൻ്റർ അടിക്കുക, Y കൊടുക്കുക, എൻ്റർ അടിക്കുക, അങ്ങനെ Y കൊടുക്കുക, എൻ്റർ അടിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ നെക്സ്റ്റ് കൊടുത്ത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ഫയലുകളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്യാണ്. കഴിഞ്ഞു. ജസ്റ്റ് ഫിനിഷ് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് ഉപകാരപ്പെടും തോന്നിയാൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.